ഒമാൻ തീരത്ത് കടലിൽ വെച്ച് ആക്രമണത്തിനിരയായ MT ഒളിമ്പിക് ലൈഫ് എന്ന അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ ടാങ്കർ കപ്പലിൽ കുടുങ്ങിക്കിടന്ന പൊട്ടാത്ത മിസൈൽ വാർഹെഡാണ് ഇന്ത്യൻ നാവികസേന അതിസാഹസികമായി പുറത്തെടുത്ത് സുരക്ഷിതമായി നിർവീര്യമാക്കിയത്. കൊച്ചി നാവികസേന ഭാഗത്തിന്റെ അതിസാഹസിക ഇടപെടലിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത്. സമുദ്ര സുരക്ഷാ ചരിത്രത്തിൽ തന്നെ അതീവ സങ്കീർണവും വൻ അപകട സാധ്യത ഏറിയതുമായ ഈ ദൗത്യം ഇന്ത്യൻ നാവികസേനയുടെ വിദഗ്ധ ബോംബ് ഡിസ്പോസൽ സംഘം പൂർണ്ണ വിജയകരമായാണ് പൂർത്തിയാക്കിയത്. കൊച്ചി തീരത്ത് വെച്ചാണ് ഈ നിർണായക ദൗത്യം പൂർത്തിയാക്കിയത്. മാർഷൽ ഐലാൻഡ് പതാകയുമായി അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന ഈ ഭീമൻ ചരക്ക് കപ്പൽ UAE ഫുജ്റ തുറമുഖത്ത് നിന്നും അസംസ്കൃത എണ്ണയുമായി കേരളത്തിലെ കൊച്ചി തുറമുഖത്തേക്ക് വരുന്നതിനിടെയാണ് മെയ് 26-ന് ഒമാൻ തീരത്ത് വെച്ച് കപ്പലിന്റെ ഉൾഭാഗത്ത് ശക്തമായ സ്ഫോടനമുണ്ടായത്. കപ്പലിൽ ഇന്ത്യൻ പൗരന്മാർ ആരും തന്നെ ജീവനക്കാരായി ഉണ്ടായിരുന്നില്ല. സ്ഫോടനത്തിന് ശേഷവും കപ്പലിന് കാര്യമായ മറ്റ് തകരാറുകൾ സംഭവിക്കാത്തതിനാൽ യാത്ര തുടരുകയായിരുന്നു. കപ്പൽ ജീവനക്കാർ പിന്നീട് നടത്തിയ ആഭ്യന്തര പരിശോധനയിലാണ് തങ്ങളുടെ കപ്പലിൽ പൊട്ടാത്ത ഒരു മിസൈലിന്റെ അവശിഷ്ടം അപകടകരമായ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുന്നത്. ഇതേ തുടർന്ന് കപ്പൽ അധികൃതർ അടിയന്തര അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ വഴി ഈ നിർണായക വിവരം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന സജീവമായി രംഗത്തിറങ്ങി. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാവികസേനയുടെ സദേൺ നാവിക് കമാൻഡ് ഈ ദൗത്യത്തിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയും ഇതിനായി പ്രത്യേക എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ വിദഗ്ധ സംഘത്തെ അടിയന്തരമായി നിയോഗിക്കുകയും ചെയ്തു. നാവികസേനയുടെ പ്രത്യേക കമാൻഡുകളും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘം കപ്പലിലെത്തി നടത്തിയ അതീവ ജാഗ്രതയോടെയുള്ള പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായ സമയത്ത് പുറത്തുവന്ന ഒരു അത്യാധുനിക മിസൈൽ കപ്പലിന്റെ കട്ടിയേറിയ പുറംഭാഗം പൂർണ്ണമായി തുളച്ചു കയറുകയായിരുന്നു. ഇത് കപ്പലിന്റെ വിവിധ അറകളും ഘടനകളും തകർത്ത് മുന്നോട്ട് നീങ്ങുകയും ഒടുവിൽ കപ്പലിലെ അതീവ അപകട മേഖലയായ പ്രധാന ഇന്ധന ടാങ്കിനുള്ളിൽ ചെന്ന് കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. കോടിക്കണക്കിന് ലിറ്റർ എണ്ണ സംഭരിച്ചിരിക്കുന്ന ഇന്ധന ടാങ്കിനുള്ളിൽ പൊട്ടാൻ സാധ്യതയുള്ള സ്ഫോടക വസ്തു ഇരിക്കുന്നത് കപ്പലിനും അതിലെ ജീവനക്കാർക്ക് മാത്രമല്ല, കപ്പൽ പ്രവേശിക്കേണ്ട കൊച്ചി തുറമുഖത്തെ മറ്റ് കപ്പലുകൾക്കും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കടുത്ത സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തിയത്. ചെറിയൊരു പിഴവോ തീപ്പൊരിയോ ഉണ്ടായാൽ പോലും വൻ ദുരന്തത്തിന് കാരണമാകുന്ന സാഹചര്യത്തിൽ കപ്പലിന്റെ അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് ഘട്ടം ഘട്ടമായുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള സുരക്ഷാ പദ്ധതിയാണ് ഈ OD സംഘം തയ്യാറാക്കിയത്. നിർദ്ദിഷ്ട അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻകരുതലുകളും എല്ലാം കർശനമായി പാലിച്ചുകൊണ്ട് അത്യാധുനിക ഡിജിറ്റൽ ഡയഗ്നോസ്റ്റിക്സ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മിസൈലിന്റെ സ്ഫോടന സംവിധാനം സംഘം തിരിച്ചറിഞ്ഞു. തുടർന്ന് അതിനെ കപ്പലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും പൂർണ്ണമായി വേർപെടുത്തുകയും നിർവീര്യമാക്കുകയുമാണ് ചെയ്തത്.